അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ വൽ അസ്റ കാലം തന്നെയാണ് സത്യം. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിലോ അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. സഹോദരാ സഹോദരി, എന്തിനാണ് അല്ലാഹു അങ്ങനെ സത്യം ചെയ്തു പറഞ്ഞത്? ഓരോ കാര്യവും സത്യം ചെയ്തു പറഞ്ഞ അതൊന്ന് പ്രത്യേകമൊന്ന് മനസ്സിലാക്കാനാണല്ലോ. അങ്ങനെ അല്ലാഹു തആല കാലത്തെ കൊണ്ട് സത്യം ചെയ്തു. യഥാർത്ഥത്തിൽ ഖുർആൻ ഒരു അത്ഭുതം തന്നെയാണ്, മഹാത്ഭുതമാ. അല്ലാഹു അവിടെ സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് കാലത്തെയാണ്. വൽ അസ്ർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റ, തീർച്ചയായും മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ്. അല്ലാഹു തആല കാലത്തെ സത്യം ചെയ്തു പറഞ്ഞിട്ട് പറഞ്ഞതാ, മനുഷ്യ നിങ്ങൾ മുഴുവനും നഷ്ടത്തിലാണ്. ഇത് പറയാനുള്ള കാരണമുണ്ട്. ഓരോ കാലഘട്ടത്തിന്റെയും വ്യതിയാനങ്ങൾ അനുസരിച്ചാണ് മനുഷ്യന്മാരെ നട്ടത്തിലേക്ക് പോകാ. ഇന്ന് 2025 അവസ്ഥ എന്താ? പടച്ചവനെ ഇന്ന് മാതാവിനെ കൊല്ലുന്ന ഫാഷനാണ് ഇപ്പോൾ. ഇന്ന് ട്രെൻഡ് മാറി. 2024 പോലത്തെ ട്രെൻഡല്ല ഇന്ന് 2025. ജന്മം കൊടുത്ത പ്രിയപ്പെട്ട മാതാവിന്റെ കൊരോള പോലും കത്തിക്കൊണ്ട് അർത്ഥമാറ്റുന്ന അഭിനവ കാലഘട്ടത്തിൽ ഓമന മക്കൾ പിറവിയെടുക്കുകയാ സഹോദരാ. അതിനുദാഹരണമാണ് ഈ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് എത്ര മാതാപിതാക്കളുടെ ചിതറിത്തെറിക്കുന്ന തലകളാണ് പൊന്നുമോനെ നമ്മൾ കണ്ടുപോയതോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വെളിപ്പാടുകളെ വെഞ്ഞാറുമൂടിനെടുത്തോ ഒരു പാപപ്പെട്ട മാതാവിന്റെ കരുത്തിലേക്ക് കറുത്ത ചാല കൊണ്ട് മുറുക്കയിട്ട പടച്ചവനെ അഫാരം എന്ന് പറയുന്ന 23 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ. ആലോചിച്ചു നോക്കുക, സൗമ്യനായ സൗന്ദര്യമുള്ള യുവകോമളനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ് മാതാവിന്റെ കരുത്തിലേക്ക് കറുത്ത ചാല കൊണ്ട് വലിഞ്ഞു മുറുക്കുന്നത്. പ്രിയപ്പെട്ട മാതാവ് അരുതേ അരുതേ എന്ന് നിലവിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ പൊന്നുമകൻ കേട്ടില്ല. ഏതുമ്മയാണോ 9.5 മാസക്കാലം വയറ്റിൽ കൊണ്ട് നടന്നത്, ആ ഉമ്മയെ തന്നെ നിഷ്കൂരം കൊലപ്പെടുത്തുകയാണോ? കൊലപ്പെടുത്താൻ വേണ്ടി കൊതിക്കുന്ന മക്കളെ കാലം അവസാനം പ്രിയപ്പെട്ട ജന്മം കൊടുത്ത മാതാവിന്റെ കരുത്തിലേക്ക് ശാല കൊണ്ട് മുറുക്കയിട്ട് ആ മാതാവിനെ മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നേരെ പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ആരെ കൊല്ലാൻ? പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവിന് പടുവൃദ്ധയായ 95 വയസ്സ് പ്രായം കാണിച്ച പ്രിയപ്പെട്ട മാതാവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് മാതാവ് നോക്കുമ്പോ തന്റെ ചെറുമകൻ കടന്നു വരികയാ. തന്റെ ചെറുമകൻ അടുക്കളയിലേക്ക് കടന്നു പോയിട്ട് ചായ ഇട്ട് കൊടുക്കാൻ കടന്നു പോയാ തന്റെ പ്രിയപ്പെട്ട ചെറുമകനുണ്ടല്ലോ, കയ്യിൽ കൈയൊന്ന് ചുറ്റികയെടുത്തിട്ടോ 95 വയസ്സ് പ്രായമായ പടുവൃദ്ധയുടെ തലയിലേക്ക് ആഞ്ഞടിക്കുകയാ. ആ പ്രിയപ്പെട്ട മാതാവ് ഒന്നും പറയില്ല. 95 വർഷക്കാലം ഈ ഭൂമിയുടെ തൊലിക്കുമുറത്ത് ഒരുപാട് മക്കളെ പ്രസവിച്ചിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച പ്രിയപ്പെട്ട മാതാവ് തശയത്തിന്റെ അവസാനം തന്റെ ചെറുമകനിൽ നിന്നാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. പിടഞ്ഞ് താഴെ വീണു. പിടയുന്നത് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്ന 23 വയസ്സുകാരനായ അഫാടെന്ന ചെറുപ്പക്കാരൻ തീർന്നില്ല. അവന്റെ രക്തദാഹം തീർന്നില്ല സഹോദരാ. നേരെ ചെന്നത് അവന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കാണ്. അവിടേക്ക് ചെന്നിട്ട് അവർ രണ്ടുപേരെയും പടച്ചവനെ നിഷ്ഠൂരം കൊന്നുകളഞ്ഞു. എങ്ങനാണോ 95 വയസ്സുള്ള മാതാവിന്റെ തലയിലേക്ക് ചുറ്റില് കൊണ്ടടിച്ചത്, അതുപോലെ ഇവരുടെ തലയിലേക്കും ആഞ്ഞടിക്കുകയാണ്. തലച്ചോറ് ചിതറിത്തെറിക്കുകയാ. ചുടുചോര രക്തം അവന്റെ ശരീരത്തിലേക്ക് പുരണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഒരു കടയിൽ കോടിയെറുക്കുമ്പോ പോലും ഞാനും നിങ്ങളും ആ രക്തം കാണുമ്പോൾ അറപ്പോടെ വല്ലാതെ പേടിയോടെ പറഞ്ഞു കൊല്ലേ. എന്നാൽ 23 വയസ്സുകാരനായ കൂടെ ഒപ്പം നടന്നിരുന്നവരെ കൊന്നു തിന്നുകയാണ് ഈ നരാധവൻ. തീർന്നില്ല. എന്നിട്ട് പടച്ചവനെ അവന് ഇഷ്ടപ്പെട്ടു പോയവന്റെ കാമുകെ. ഇവിടെ ഞാനിത് പറയുമ്പോൾ പലരും പറയും, അവള് ചെയ്ത് വരുത്തിയ വിനയല്ലേ ഇത്, എന്തിനാണ് ഇവനെ വിശ്വസിച്ചിട്ട് ഇറങ്ങി വന്നത്? അത് മറ്റൊരു വിഷയമാണ്. ഈ കാലഘട്ടത്തിന്റെ മക്കൾ മുഴുവനും കയറോര് വിട്ടവരെ പോലെ എന്തിനും ഏതിനും നടന്നു പോകുന്നവരുടെ കാലമാണോ? കാത്തിരുന്ന കാമുകിയെ പിടിച്ചു വരുത്തിയിട്ട് അവളുടെ തലയും അടിച്ചു പൊളിക്കുകയാണോ? തീർന്നില്ല സഹോദരാ.
എന്ന് കരയിപ്പിച്ചത് എവിടെയെന്നറിയോ? ഇവിടെയൊക്കെ ഈ വാർത്ത കേട്ടപ്പോൾ, ഈ വീഡിയോ കണ്ടപ്പോ ഫൈസലാല് വീട് നെഞ്ച് തകർന്നു പോയി. പക്ഷേ എന്റെ നെഞ്ച് പൊട്ടിപ്പോയതപ്പ എന്നറിയോ? എന്ന് വിളിച്ചു നടന്ന 13 വയസ്സുകാരനായ അഫ്സാൻ എന്ന പൊന്നുമോനില്ലേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, അവൻ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമകൻ അവന്റെ ഇഷ്ടഭക്ഷണമായ കടയിൽ പോയിട്ട് ഇഷ്ടഭക്ഷണം വാങ്ങിച്ചു കൊണ്ട് വരാ പറഞ്ഞിട്ടോ ആ പൊന്നുമോനെ കടയിൽ നിന്ന് പൊതിയും വാങ്ങിക്കൊണ്ടുവരുമ്പോ അവൻ കരുതിയത് തന്റെ ഇക്കാക്ക സ്നേഹ സമ്മാനം തന്നതാ, തന്റെ ഇക്കാക്ക തന്നെ സ്നേഹിക്കുന്നതാ എന്ന് കരുതിയിട്ട് കഥയറിയാതെ വീടിനകത്തേക്ക് കയറിയപ്പോ കൊണ്ടുവന്ന ആഹാരം പോലും പൊതികെട്ട് തുറക്കുന്നതിന് മുമ്പേ ഇക്കാക്കാര സമ്മാനം പോലെ ചുറ്റിക കൊണ്ട് പാവപ്പെട്ട 13 വയസ്സുകാരന്റെ തലയിലെ കാഞ്ഞടിക്കുകയോ, തലച്ചോറ് ചിതറുകയോ, ചുടുചോര രക്തം അഫാന്റെ മുഖത്ത് വീഴുകയോ, സ്വന്തം കൂടപ്പിറപ്പിന്റെ ചോര രക്തം പോലും തന്റെ ദേഹത്തേക്ക് വീണപ്പോ മനംമാറ്റം വരാത്ത മനുഷ്യജന്മങ്ങളോ നരാധ ജന്മങ്ങളോ മൃഗങ്ങൾ പോലും ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുമോ എന്നറിയില്ല. സേവന പുലികൾ സ്വന്തം പുലികളെ ഇതുപോലെ കടിച്ചു തന്നിട്ടില്ല. സ്വന്തം കാട്ടാനകളെ ഇതുപോലെ കുത്തിക്കൊന്നിട്ടില്ല. മൃഗങ്ങളെക്കാളും അതമ്പതിച്ചു പോയ മനുഷ്യരാക്ഷിയുടെ മുന്നിലോ അവസാനം പൊന്നുമോനെ ഇവനതാ ആ ചുറ്റികയും പിടിച്ചിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറയുകയാ, 6 കുത്തി മലത്തിയിട്ടാണ് ഞാൻ വരുന്നത്. പൊന്നുമോനെ, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയോ? ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കളുടെയൊക്കെ ലഹരി ഉപയോഗം അമിതമാ. പോലീസുകാര് പറയുന്നുണ്ട്, ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ഈ ക്രൂര കൃത്യത്തിന് കാരണം മദ്യലഹരിയിലാണ് അവനത് ചെയ്തു പോയത്. അവനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ നല്ലതേ ഉള്ളൂ. നല്ലവനായിരുന്നു, നല്ല ഉപകാരിയായിരുന്നു, നല്ല സ്വഭാവമുള്ളവനായിരുന്നു, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ കേവലം ഒരേ ഒരു മാസമേ വേണ്ടി വന്നുള്ളൂ കള്ളെന്ന കൂട്ടുകാരനെ ജീവിതത്തിലേക്ക് അവൻ കൂടിയ നാള് മുതൽ അന്ന് തകർന്ന സഹോദര അവന്റെ മനസ്സമാധാനപരമായ ജീവിതം എന്നെ കരയിപ്പിച്ചതെന്തെന്നറിയോ? 5 കുത്തിമലത്തി. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പ്രിയപ്പെട്ട മാതാവ് രക്ഷപ്പെട്ടുപോയി. ആ മാതാവ് ഗോകുലം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അവിടെ നിന്ന് പടച്ചവനെ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാ. ആ മാതാവിന്റെ മുന്നിലേക്ക് പോലീസുകാർ വന്ന് ചോദിച്ചുമ്മാ, എന്താ പറ്റിയതുമ്മാ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മാതാവിന്റെ പിടയുന്ന മനസ്സ്. ഇതാണടോ ഒരു ഉമ്മ, ഇതാണടോ ഒരു ഉമ്മ. ആ ഉമ്മ പറയുകയാണ്, ഞാൻ കട്ടിൽ നിന്ന് താഴെ വീണതാ. സ്വന്തം പൊന്നുപോലെ പടച്ചവരെ കരുത്തിലേക്ക് ഷാള് മുറുക്കിയിട്ട് മരണത്തിനോട് മല്ലടിച്ച ഒരു പൊന്നുമ്മ പറഞ്ഞതാ. ആ ഉമ്മയാണെങ്കിൽ ക്യാൻസർ രോഗിയാ, ഒരുപാട് വേദന സഹിച്ചിട്ടില്ലേ. ആ ഉമ്മയാ പറഞ്ഞതെന്റെ പൊന്നുമോൻ എന്നെ ഒന്നും ചെയ്തതല്ല, അവരറിഞ്ഞിട്ടില്ല, തന്റെ പൊന്നുമകനെ കൊന്ന കാര്യം അറിഞ്ഞിട്ടില്ല. എന്നാലോചിച്ചു നോക്കാ കുടുംബത്തിന്റെ മാനസികാവസ്ഥ. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ പറയുമ്പോ ഭയങ്കര രസമായിരിക്കും കേൾക്കാനൊക്കെ. പക്ഷേ പൊന്നുമോനെ, അവനവന്റെ വീട്ടിൽ പരമ്പര ഇതൊക്കെ പഠിക്കുള്ളടോ. ഒരു അഫാന്മാരും നാളെ നമ്മുടെ വീട്ടിൽ പിറവിയെടുക്കാനുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളെ നമ്മളാണ്. എന്റെ കാരണമെന്നറിയോ? അഫാനെ ചീത്ത വിളിക്കാനും കുറ്റം പറയാനും നമുക്ക് കഴിയും. അവൻ ചെയ്തത് ഏറ്റവും വലിയ ക്രൂരമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാ. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇതിന്റെ മോട്ടിവേഷൻ എന്താണ്? ഇതിന്റെ കാരണം എന്താ? അവൻ പറയുന്നത് പൈസ കടം, അതാ ലക്ഷക്കണക്കിന് കടം വന്നപ്പോ മാനസികമായി തളർന്നെന്ന്. എന്നാൽ എന്റെ പൊന്നുമോനെ, അങ്ങനെ തളരുമ്പോൾ ഇതുപോലെ ക്രൂരതയോടെ കൊല്ലുകയാണോ വേണ്ടത്? ആരായി ഇവനെ ഈ രീതിയിൽ പഠിപ്പിച്ചത്? എന്തേ ചോദിക്കാത്തത് നിങ്ങൾ? ജനങ്ങളെ, നിങ്ങൾ എന്തേ ഒന്ന് ഉണരാത്തത്? നിങ്ങളും ഇതുപോലെ ഇന്ന് കാത്തിരിക്കുകയാണോ? എത്ര ഈ 2025 പുതിയ രീതി മാതാവിനെ കൊല്ലലാണ്.
കാരണം ഇന്ന് നേരം വെളുത്തപ്പോ എന്റെ നാടിനടുത്ത് വിതിരയില് ഒരു മാതാവിനെ പടച്ചവനെ, മാതാവിന്റെ മുഖത്താഞ്ഞടിച്ച് മാതാവ് ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് തൃശ്ശൂർ ഒരു മാതാവിനെ വെട്ടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വയനാട് ഒരു പാവപ്പെട്ട മാതാവിനെ, ക്യാൻസർ രോഗിയായ മാതാവിനെ കൊന്നൊടുക്കിയത്. ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു. എന്തേ കാര്യം? പൊന്നുമോനെ, 1 മാസം മുമ്പ് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ഇതൊക്കെ നിസ്സാരമല്ല. ഇന്ന് എത്രയെത്ര മോശമായ സിനിമകളാണ് ഇറങ്ങുന്നത്. ഇന്ന് മണിയറ രഹസ്യം പോലും പരസ്യമായി പച്ച സെക്സുകളാണ് കാണിക്കുന്നത്. അതും ഉളുപ്പില്ലാതെ നാണമില്ലാതെ മക്കളുടെ കൈയും പിടിച്ചിട്ട് തിയേറ്ററിന്റെ ഉള്ളിൽ പോയിരുന്ന് കണ്ടാസ്വദിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് പിന്നെ എങ്ങനെയുള്ള മക്കളെയാണ് കിട്ടുക? മാർക്കോ എന്ന സിനിമ ഇറങ്ങി. അതിനെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ അകത്ത് കാണിക്കുന്ന രംഗം പോലെയാണ് ഇവർ ഇതുപോലെയാണ് ചെയ്തത്. ആലോചിക്കേ, സിനിമ കണ്ടിട്ട് നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ ചെയ്യാൻ തുടങ്ങി. ആലോചിക്കേ, സ്വന്തം മാതാവിനെ കൊല്ലുന്നു, സ്വന്തം പിതാവിനെ കൊല്ലുന്നു, സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലുന്നു. അതിൻ്റെയൊക്കെ മോട്ടിവേഷൻ ഏതെന്ന് ചോദിച്ചാൽ സിനിമയാ. ഞാൻ വെല്ലുവിളിക്കാണ്, ഇന്ന് വരെയായി ഇറങ്ങിയ സിനിമയിൽ ഒരു കള്ളുകുടിയോ ഒരു മദ്യലഹരിയോ ഇല്ലാത്തൊരു സിനിമ കാണിച്ചു തരാൻ പറ്റും? ഞാൻ വെല്ലുവിളിക്കും. നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരാൻ പറ്റുമോ? എല്ലാത്തിനും കള്ളുകുടിക്കും മദ്യപാനമുണ്ട്, ലഹരിയുണ്ട്. അള്ളാഹു പച്ചക്ക് കാണിക്കല്ലേ. എന്നിട്ട് ഇവിടുത്തെ കുറെ സംഘടനകളും കുറെ പാർട്ടികളും അങ്ങ് പറയാ ഇതൊക്കെ നിരോധിക്കണമെന്ന്. ഇതെന്റെ പൊന്നുമോനെ, ഇതെന്തൊരു കഥയാവും മനസ്സിലാവാത്തതുകൊണ്ടാ. എല്ലാം ഔട്ട്ലെറ്റുകൾ പുതുതായിട്ട് സർക്കാർ തുറന്നു കൊടുക്കുകയാണ്. ഇനിയിപ്പോ സർക്കാരാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും എല്ലാ കണക്ക് തന്നെ. ആര് കയറിയാലും എന്റെ പൊന്നുമോനെ, മദ്യം കൊണ്ട് കേരളത്തിൽ ഇങ്ങനെ സമ്പന്നന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടുറോട്ടിലൂടെ നടന്നു പോകാൻ കഴിയാത്ത തരത്തിലേക്ക് ആവാസന്മാരിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം കൊച്ചി കായലിന്റെ മറുഭാഗത്ത് 2 പെൺകുട്ടികൾ ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം കാമുകന്മാരോടൊപ്പം ഇരിക്കുകയാണ്. ആ വീഡിയോ കണ്ടവരായിരിക്കും. പോലീസുകാരെ കണ്ടപ്പോ ഈ 2 പെണ്ണുങ്ങളെടുത്ത് കായലിൽ ചാടി. ആലോചിച്ചൊക്കെ, ഈ കാമുകന്മാരുമായി ഇരുന്നിട്ട് മോശമായ തരത്തിൽ അവിടെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരുന്നപ്പോ നാട്ടുകാർ പോലീസുകാരെ വിളിച്ചു. കണ്ടു മടുത്തു. വിളിച്ചപ്പോ പോലീസുകാർ വന്നപ്പോ ഇവരെടുത്ത് കായലിൽ ചാടി. കായലിൽ നിന്ന് 2 എണ്ണത്തിനും പൊക്കിയെടുത്തുകൊണ്ട് വരുന്നൊരു വീഡിയോ ഉണ്ട്. കൊണ്ടുവന്നിട്ട് എന്റെ പൊന്നുമോനെ കരയിലേക്ക് കയറ്റിയിട്ട് അവരുടെ ബാഗ് തുറന്ന് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോയ മക്കളെ കഥയാ ഞാൻ ഈ പറയാ. എന്റെ പൊന്നുമോനെ ബാഗ് തുറന്നു നോക്കിയപ്പോ പോലീസുകാര് പറയാ, ഗർഭ നിരോധനത്തിനുള്ള ഒരുപാട് ഉറകളുമായിട്ട് അവന് മരിക്കുന്ന കാലം വരെ ധരിക്കാനുള്ള ഉറകളാണ് ആ ബാഗിന്റെ അകത്ത് ഉണ്ടായിരുന്നത് എന്ന്. എന്റെ പൊന്നുമോനെ, ഇവിടെയൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ വിമർശിക്കും. ഇസ്ലാം ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിലക്കിയെന്ന് പറയുമ്പോ, പാടില്ല, തെറ്റാണെന്ന് പറയുമ്പോ നിങ്ങൾ പറയും പുരോഗമന വർഗം, അപ്പോ പുരോഗമനവാദികള്, ഇവർക്കൊന്നും അന്തമില്ലേ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമായിട്ട് ഇവന്മാർ ഇപ്പയും നടക്കുന്നു. പെണ്ണെ, നീ മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കണമെന്ന് പറയുമ്പോ ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്നവരെ അധിക്ഷേപിക്കുന്ന ഈ കെട്ടകാലത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് പറയാൻ കഴിയോ സഹോദരങ്ങളെ? ഇതുപോലെ നശിപ്പിച്ച് കളയുന്ന എത്ര പെൺജന്മങ്ങളാണ്, എത്ര പ്രിയപ്പെട്ട പെൺകൊടിമാരുടെയാണ് മാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവിടെ ഫർസാന എന്ന് പറയുന്ന പ്രിയപ്പെട്ട പാവപ്പെട്ട പൊന്നുമോള്, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവൾ ചെയ്ത ഒരേ ഒരു തെറ്റേ ഉള്ളൂ, ഇവനുമായി സ്നേഹത്തിലായി, പ്രണയത്തിലായി. ആരാ ലൈസൻസ് കൊടുത്തത്? ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. നിങ്ങൾ ആരാണ് ഈ രീതിയിലായി ഇവരെ ഇങ്ങോട്ട് അയച്ചു വിട്ടത്? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ആർക്കൊന്നും മനസ്സിലാവത്തില്ല, പിടിക്കത്തില്ല. അവനവന്റെ വീട്ടിൽ ഇതൊക്കെ കടന്നു വരുമ്പോഴാണ് അവനവന് സന്തോഷം. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു കാക്കുമാറാകട്ടെ. റമളാൻ വരാൻ പറയപ്പെട്ടവരെ, മക്കളെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക, മക്കളെയൊക്കെ ഒന്ന് നന്നാക്ക്. കാരണം ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മക്കൾ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അഫാന് പറ്റിപ്പോയത്, അഫാന്റെ വാപ്പാക്കുമ്മാക്കും പറ്റിപ്പോയതാണ്. കാരണം പ്രസവിച്ച കാലം മുതൽ എന്തു പറഞ്ഞാലും മഞ്ച് വേണമെങ്കിൽ മഞ്ച്, അല്ല കട അടച്ചാൽ പോലും നമ്മൾ കട തുറന്നിട്ടെങ്കിലും മേടിച്ചു കൊടുക്കും. കിലോ മന്തി ബിരിയാണി എങ്കിൽ മന്തി ബിരിയാണി. നമ്മുടെ മക്കൾ എന്ത് വേണമെന്ന് വാശി പിടിക്കുവോ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവസാനം കിട്ടാതെ വരുമ്പോഴാണ് അവന്റെ മനസ്സിന്റെ
ഉള്ളിൽ കിടക്കുന്ന മൃഗങ്ങൾ എഴുന്നേക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എല്ലാ ദിവസവും മുട്ടായി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു വാപ്പ ഒരാഴ്ച മുടങ്ങാതെ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അവന്റെ പ്രതീക്ഷ മുട്ടായി കിട്ടുന്നുള്ള പ്രതീക്ഷ നിൽക്കുക. പെട്ടെന്ന് ഒരു ദിവസം വാപ്പ വന്നപ്പോൾ മുട്ടായിക്കട അടച്ചുപോയി. വാപ്പ എന്ത് ചെയ്തു? മുട്ടായി വാങ്ങാതെ വീട്ടിൽ വന്നു. ഈ മകനും കാത്തിരിക്കാൻ അവൻ കൊടുത്തില്ല എങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവനവിടെ ഉറപ്പാണ് അവൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ കഷ്ടപ്പാടൊക്കെ പഠിക്കണം, വേദനകളും പ്രയാസങ്ങളൊക്കെ പഠിച്ച് ജീവിക്കണം. അപ്പോഴേ എന്ത് നേരിടാനുള്ള ഒരു തൻ്റെ ഇടവും ഒരു ഇസ്സത്തും ഒരു കൂവത്തൊക്കെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാത്തടത്തോളം കഴിയില്ല. ഇന്നത്തെ മക്കൾക്കൊക്കെ സംഭവിച്ചു പോയതാണ്. ഇന്ന് മാതാപിതാക്കൾ എന്താ ചെയ്യല്ല? ഇന്നത്തെ ഉമ്മ 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ വരിക. ഇന്നത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഗതികെട്ട അവസ്ഥ എന്ന് ചോദിച്ചാൽ മക്കളോട് പറയാ 10+ പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റൂല. +2 ഫുൾ A+ പഠിക്കണം, ഇല്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല. ഫുൾ A+ എന്തോ വലിയ ആനക്കാര്യമൊന്നും പറഞ്ഞ് കിടക്കുക. ഇവിടെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചിട്ട് മലക്കറി കച്ചവടം ചെയ്തോ എനിക്കറിയാം. 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചിട്ട് മലക്കറി കച്ചവടം ചെയ്യാ. എന്റെ പൊന്നുമോനെ മീൻ കച്ചവടം ചെയ്യാ. കാരണം A+ ഒക്കെ കിട്ടുന്നത് എന്റെ പൊന്നുമോനെ നമുക്ക് വിദ്യാഭ്യാസം വിജയിക്കേണ്ടത് നമുക്ക് വിജയിച്ചാൽ പോരെ. അല്ലാതെ നിർബന്ധിച്ചിട്ട് എടുക്കാൻ പറ്റാത്ത തരത്തിൽ അവരെ മാനസികമായിട്ട് എന്തിനാണ് നമ്മൾ തകർക്കുന്നത്, തളർത്തി കളയുന്നത്? വല്ലാത്തൊരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ സംരക്ഷിക്കുക. റമളാൻ മാസമാണ് കടന്നു വരുന്നത്, ഒരു ഉറപ്പ് വരുത്തുക. അവൻ 5 നേരം നിസ്കരിക്കുന്നുണ്ടോ, അവൻ കൃത്യമായി നോമ്പ് പിടിക്കുന്നുണ്ടോ, അവൻ എവിടെയൊക്കെയാണ് പോകുന്നത്, അവന്റെ കൂട്ടുകാരൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒരു നല്ലൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുക. കൃത്യമായി നമസ്കരിപ്പിക്കാൻ കഴിയുന്ന ഒരു വാശിക്കാരായ വാപ്പയും ഉമ്മയുമായി നിങ്ങൾ മാറാൻ കഴിയണം. അങ്ങനെ മാറുമ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ യജമാനനായ അല്ലാഹു തആല പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ മക്കൾ ആരാകണമെന്നറിയോ? ഖുർറത അയുനിൻ, നമ്മുടെ കണ്ണിന് കുളിർമയുള്ള മക്കളാകണം. അപ്പയാണ് ഒരുത്തന് ഭാഗ്യവാനാകുന്നതോ. മക്കളെ പെറ്റത് കൊണ്ട് കാര്യമില്ല വാപ്പാ, മക്കളെ പോറ്റി വളർത്തിയത് കൊണ്ട് കാര്യമില്ല. ഈ മക്കള് കാരണം അഭിമാനത്തോടെ പറയാ കഴിയണം, അവനെന്റെ മോളാ, അവനെന്റെ മോനാ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ കണ്ണിന് കുളിർമയായ മുത്തഖീന ഇമാമാ, മുത്തഖീകളെ ഇമാമായി നമ്മുടെ മക്കൾ മാറണം. അങ്ങനെയുള്ള മക്കളെ വയറ്റിന്റെ അകത്ത് കൊണ്ട് നടന്ന് പ്രസവിക്കുമ്പോഴാടുമ്മ നിങ്ങൾക്ക് നല്ലവരായ ഒരു മാതാപിതാക്കളായി മാറാൻ കഴിയുക. അല്ലാതെ ദുനിയാവിന്റെ പതപ്പിക്കുന്ന സൗകുമാരിത കണ്ട്, പതപ്പിക്കുന്ന സൗന്ദര്യം കണ്ട് മതിമറന്ന് ജീവിച്ചിട്ടോ അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റമളാന് കടന്നു വരികയാ, പരിശുദ്ധമായ റമളാനാ കടന്നു വരുന്നതോ. ആ റമളാനെ നല്ലതുപോലെ സ്വീകരിക്കാൻ, നല്ലതുപോലെ ആദരിക്കോ, നല്ലതുപോലെ ബഹുമാനിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സ് കാണിക്കുക. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റമളാൻ മാസം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇബാദത്തുകൾ ചെയ്യ സഹോദര, തറാവീഹ് നമസ്കരിക്ക്, ഖുർആൻ ഒരു ഖത്തം തീർക്ക്. ഒരു ഖത്തമെങ്കിലും, ഒരു ഖത്തമൊന്നുമല്ല, നമുക്ക് തീർക്കാൻ പറ്റുന്നത് തീർക്കുക. സമയം കിട്ടുമ്പോൾ നമ്മുടെ ജോലിയുടെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഫ്രീ ആകുന്ന സമയത്ത് കിട്ടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പറ്റുന്ന തരത്തിലേക്ക് ഓടി തീർക്ക്. ഈ ഒരു റമളാൻ നമ്മുടെ ജീവിതത്തിൽ അവസാന റമളാനാണെന്നുള്ള ചിന്ത നമുക്ക് വരട്ടെ. അല്ലാഹു, അടുത്ത വർഷം ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നില്ല, അടുത്ത വർഷം ഞാൻ പള്ളിക്കാട്ടിലാണ് പടച്ചോനെ എന്നൊരു ചിന്ത വരട്ടെ. എത്രയോ നമ്മളെ കൂടെ നടന്ന ആളുകള്, എത്രയോ നമ്മളെ കൂടെ നടന്ന ആളുകള് അല്ലാഹുവേ, കഴിഞ്ഞ റമളാൻ നമ്മൾ സലാം പറഞ്ഞ് യാത്രയാക്കിയപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോടൊപ്പം ഓരം ചേർന്ന് നിന്നവർ പലരും ഇന്ന് ഖബറിൻ്റെ അടിയിലാണ്, പള്ളക്കാട്ടിൻ്റെ അടിയിലാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു റമളാനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലേ?
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസാന റമളാനോ, ഇനി നമുക്ക് റമളാനില്ല വാപ്പാ. അതുകൊണ്ട് അവസാന റമളാനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ റമളാനൊന്ന് വരവേൽക്കോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണോ. പണ്ട് കാലത്തൊക്കെ റമളാൻ കടന്നു വരുമ്പോ നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കുമായിരുന്നു. പഴയ കാലത്തെ ഉമ്മമാരുടെ രംഗം അങ്ങനെയാണ്. മക്കളെ റജബ് കടന്നു വരുമ്പോ തന്നെ അവർക്ക് വല്ലാത്ത മനസ്സിന്റെ ഉള്ളിലെ സന്തോഷമാ. അതാ റമളാൻ വരാൻ പോവുകയാ. അതുകൊണ്ട് മക്കളെ വാ നമുക്ക് വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് വീട് വൃത്തിയാക്കുമായിരുന്നു, പരിസരങ്ങൾ വൃത്തിയാക്കുമായിരുന്നു, കാടുകൾ പറിച്ച് കളയുമായിരുന്നു. കാരണം കടന്നു വരുന്ന അതിഥി റമളാനാണല്ലോ, അതിന് നല്ലതുപോലെ സ്വീകരിക്കണമല്ലോ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അഭിനവ കാലഘട്ടത്തിലെ ഇത്താത്തമാരോട്, സഹോദരിമാരോട്, സഹോദരങ്ങളോട് നാളിന്ന് വരെയായി റമളാൻ പരിപാടികൾക്ക് എത്തിക്കഴിഞ്ഞോ. എന്തെങ്കിലും ഒരു വൃത്തിയാക്കുന്നത് പോയിട്ടോ വീട്ടിന്റെ മൂലയിൽ കിടക്കുന്ന ചവറെങ്കിലും റമളാൻ വരുന്നു എന്നതിന്റെ പേരിലോ നമ്മൾ എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇന്നത്തെ പാതിരാത്രി തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. നിസ്കരിക്കാനുള്ള പ്രത്യേകമായ റൂമുകൾ തയ്യാറാക്കുക, മുസല്ലകളെ കഴുകി വൃത്തിയാക്കുക, തസ്ബീഹ് മാലകളൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കുക, ഖുർആനൊക്കെ ഒന്ന് പടച്ചവനെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കുടയോ, ഒരു പുതിയ വസ്ത്രം അതിനു വേണ്ടി മാറ്റിവെക്കുക. റമളാൻ നല്ലതുപോലെ ഇഫ്താറിലേക്ക് റമളാനിൽ ഖുർആനോട് നല്ല രീതിയിൽ നടക്കൂ. ടിവിയും സിനിമയും ഒക്കെ മാറ്റിവെക്കൂ. വീട് മുഴുവനും ഖുർആൻ ഓതലാകട്ടെ, മക്കളെ കൊണ്ട് സലാത്ത് ചെല്ലലാകട്ടെ. അങ്ങനെ നമ്മുടെ വീടുകൾ മുഴുവനും ആത്മീയതയുടെ അന്തരീക്ഷങ്ങളിലേക്ക് നമ്മുടെ വീടുകൾ മാറട്ടെ. അള്ളാന്റെ മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ നമ്മളെ വീട് കാണുമ്പോൾ അവർ സന്തോഷിക്കട്ടെ, നമ്മുടെ വീട് കാണുമ്പോൾ അവർ ആനന്ദിക്കട്ടെ. ആ രീതിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ ഈ റമളാൻ നമുക്ക് മാറ്റാൻ കഴിയട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.